ടീനയെ മക്കളായി അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? സ്റ്റാലിനെ ഞെട്ടിക്കുന്ന ചോദ്യവുമായി നമ്മുടെ ബാലചന്ദ്രൻ. അങ്ങനെ മഴ തോരും മുമ്പേൽ ഇന്ന് ബാലചന്ദ്രൻ അലീനയെക്കുറിച്ചുള്ള ആ രഹസ്യം നമ്മുടെ സ്റ്റാലിനോട് പറയുന്നുണ്ട്. സ്റ്റാലിൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, 23 വർഷം കഴിഞ്ഞ കഥകളൊന്നും താൻ ആലോചിക്കാനോ ഓർക്കാനോ ആയിട്ട് ഒരുക്കമല്ല, തയ്യാറല്ല എന്ന്. ഇതേ സമയം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ഓർക്കാൻ തയ്യാറായേ പറ്റുകയുള്ളൂ. 23 വർഷങ്ങൾക്ക് മുമ്പുള്ള വൈജയിപ്പ് എൻ്റെ ഭാര്യയായി എൻ്റെ നാട്ടിലുണ്ട്. പക്ഷേ അന്ന് ആ പ്രസവിച്ച കുഞ്ഞ് ഇപ്പോഴും ജീവനോടെയുണ്ട്. നിങ്ങൾ ആ കുഞ്ഞിനോട് കടപ്പെട്ടിരിക്കുന്നു മിസ്റ്റർ സ്റ്റാലിൻ. നിങ്ങൾ ആ കുഞ്ഞിനോട് നല്ല വാക്ക് പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ബാലചന്ദ്രൻ പറയുകയാണ്, നീ എന്തായാലും സ്റ്റാലി അലീനയെ മറക്കാനായിട്ട് പാടില്ല. അലീന എന്ന നിൻ്റെ കുഞ്ഞ് ഇപ്പോൾ തൻ്റെ ഭവനത്തിലുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അവളുടെ പേര് അലീന എന്നാണ് എന്ന് സംബോധന ചെയ്ത് പറയുന്നുണ്ട്. ഇവിടെ സ്റ്റാലിനാണെങ്കിൽ താൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നും 23 വർഷമുള്ള കഥകളൊക്കെ താൻ പണ്ടേ ഉപേക്ഷിച്ചതാണെന്നും പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, 23 വർഷം മുമ്പുള്ള കഥയൊക്കെ താൻ ഉപേക്ഷിച്ചോളൂ, പക്ഷേ ആ മക്കളെ നിങ്ങൾ എന്തിനുപേക്ഷിച്ചു എന്ന് ചോദിക്കുന്നു. എനിക്ക് ആ മകൾ ജീവനോടെയുണ്ടെന്ന് പോലും അറിയുമായിരുന്നില്ല മിസ്റ്റർ ബാലചന്ദ്രൻ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ നിസ്സഹായനായിരുന്നു. അറിയാത്ത ഒരു കൊച്ചിനെ ഞാൻ എങ്ങനെ കണ്ടെത്താനാണ്? അതിനെ എങ്ങനെ സംരക്ഷിക്കാനാണ് എന്ന് ചോദിക്കുന്നു. അല്ല, നിങ്ങൾ ആ കുഞ്ഞ് ജനിച്ചോ ഇല്ലയോ എന്ന് അന്വേഷിച്ചോ? അത് അന്വേഷിക്കാനുള്ള കടമയെങ്കിലും ഒരച്ഛൻ എന്ന നിങ്ങൾക്കുണ്ടായിരുന്നോ എന്ന് ബാലചന്ദ്രൻ സ്റ്റാലിനോട് ചോദിക്കുമ്പോൾ സ്റ്റാലിൻ തകർന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ മകളെക്കുറിച്ച് അറിയണമെന്ന് പോലും ആഗ്രഹമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ ഒഴിവുകേടുകൾ പറഞ്ഞിട്ട് എന്താണ് സ്റ്റാലിൻ കാര്യം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. അത് കേട്ട സ്റ്റാലിന് തൻ്റെ തെറ്റ് മനസ്സിലാകുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ സ്റ്റാലിനോട് ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കുന്നു, അലീനയെ ഏറ്റെടുക്കാൻ, അലീനയുടെ അച്ഛനാകാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന്. ഇതേ സമയം ഞാനെന്തിന് ഏറ്റെടുക്കണം? അവളുടെ അമ്മയുടെ വീട്ടുകാരെങ്കിലും ഇപ്പോൾ നോക്കുന്നുണ്ടാകും, അവളെ നോക്കി വളർത്തിയിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ, അതെയോ, അങ്ങനെയാണോ കാര്യങ്ങൾ? അവൾ ഈ 23 വർഷക്കാലം അവൾ അനാഥാലയത്തിലായിരുന്നു, ഒരു അനാഥയെപ്പോലെ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നിട്ട് പോലും എന്ന് പറയുന്നു. നിങ്ങളുടെ മൃഗങ്ങളോടുള്ള, നായ്ക്കളോടുള്ള സ്നേഹം അതുപോലെ തന്നെ നിങ്ങളുടെ മകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഞാൻ ആദ്യം പറഞ്ഞ കഥയില്ലേ, ആ കഥയിലെ നായക നിങ്ങളുടെ മകളാണ് എന്ന് പറയുന്നു. അത് കേട്ട സ്റ്റാലിൻ ആകെ ഞെട്ടിവിറയ്ക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിൻ പറയുന്നുണ്ട്, സത്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അവളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. ഞാൻ പൈസ തരാം, ഞാൻ വീട് തരാം, എല്ലാം തരാം, സ്വത്തുക്കളും തരാം, അവൾക്ക് ജോലിയും നൽകാം എന്ന് പറയുമ്പോൾ, പക്ഷേ അച്ഛന് തുല്യം അച്ഛൻ മാത്രമല്ലേ? അവൾ ഇതുവരെ അനാഥയായി ജീവിച്ചു. ഇനിയും അവളെ അനാഥ മന്ദിരത്തിലേക്ക് തള്ളിവിടാൻ ഈ ബാലചന്ദ്ര മേനോൻ ഒരുക്കമല്ല. നിങ്ങൾ അവളെ ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. ആ ഒരു ഓപ്ഷൻ മാത്രമേ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വെക്കുന്നുള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, അവൾക്ക് അച്ഛനാരാണെന്നറിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നു. അമ്മയോ? അവൾക്കമ്മയെ അറിയാം, പക്ഷേ വൈജയന്തിക്കറിയില്ല തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ആര്, അലീന എന്ന പെൺകുട്ടി തൻ്റെ മകളാണെന്ന്. പക്ഷേ അവൾ തൻ്റെ വീട്ടിലേക്ക് വന്നത് ഒരു ഹോം നേഴ്സായിട്ടാണ്. പിന്നീട് തൻ്റെ വീട്ടിലൊരു ജോലിക്കാരിയുടെ, വേലക്കാരിയുടെ വേഷം കെട്ടി അവൾ അവിടെ വരികയായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഞാൻ എല്ലാം കൊടുത്താണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവളെ നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണിക്ക് തുല്യം നോക്കുമെങ്കിൽ മാത്രമേ
ഞാൻ അവളെ നിങ്ങൾക്ക് വിട്ടു തരികയുള്ളൂ. പറ്റാത്ത പക്ഷം നിങ്ങൾക്ക് അത് അർഹിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം. നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഇതേ സമയമെങ്കിൽ നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രനോട് തനിക്ക് കുറച്ച് സാവകാശം വേണം, ഇതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് കുറച്ച് സമയം വേണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. എത്രമാത്രം സമയം വേണമെങ്കിലും എടുത്തോളൂ. ഞാനും ആദ്യം ഈ കാര്യം അറിഞ്ഞപ്പോൾ ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് തളർന്നു പോയി, ഒരുപാട് സങ്കടപ്പെട്ടു. അതിൽ നിന്നൊക്കെ കയറി വരാൻ കുറച്ച് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഞാൻ ആ സമയം നൽകണമല്ലോ. എന്തായാലും ഉത്തരം ശരിയായാലും തെറ്റായാലും താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണമെന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.